ദേവക്കൂത്ത്. സ്ത്രീകൾ കെട്ടിയാടുന്ന ഒരേയൊരു തെയ്യമാണ് ദേവക്കൂത്ത്. ദേവക്കൂത്ത് വള്ളിത്തെയ്യം എന്ന പേരിലും അറിയപ്പെടുന്നു. അമ്മദൈവങ്ങളും നാഗദേവതമാരും കന്യകമാരും ഗ്രാമദേവതമാരും ഉൾപ്പെടെ തെയ്യപ്രപഞ്ചത്തിലെ തെയ്യങ്ങൾ ഏറെയും സ്ത്രീ ദൈവങ്ങളാണെങ്കിലും അവ കെട്ടിയാടുന്നത് പുരുഷന്മാരാണ്. കന്യക തെയ്യങ്ങളുടെ ഗണത്തിലുള്ള ദേവക്കൂത്ത് കെട്ടിയാടുന്നതും സ്ത്രീ തന്നെയാണ് എന്നത് ദേവക്കൂത്തിനെ മറ്റ് തെയ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്നിനടുത്ത് തെക്കുംപാട് എന്ന ദ്വീപിലെ കൂലോം തായക്കാവ് എന്ന കാവിൽ മാത്രമാണ് ദേവക്കൂത്ത് കെട്ടിയാടാറുള്ളത്. 2 വർഷം കൂടുമ്പോഴാണ് ഇത് കെട്ടിയാടുന്നത്. പൂജാകർമ്മങ്ങൾക്കായി പൂക്കൾ പറിക്കാൻ തെക്കുംപാട് ദ്വീപിലെത്തിയ ഒരു ദേവസ്ത്രീ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോവുകയും പിന്നീട് സപ്തർഷി നാരദൻ എത്തി ആ ദേവസ്ത്രീയെ തിരിച്ച് ദേവലോകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്ത കഥയെ ഇതിവൃത്തമാക്കിയാണ് ദേവക്കൂത്ത് കെട്ടിയാടുന്നത്. 4 ദിക്കിലും പുഴയാൽ ചുറ്റപ്പെട്ട തെക്കുംപാട് പണ്ട് അതിമനോഹരമായ ഒരു പൂങ്കാവനമായിരുന്നു. തെക്കുംപാടിലെ പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും കാരണം ദേവലോകത്തുള്ളവർ പലപ്പോഴും അവിടെ പൂക്കൾ തേടിയെത്തി. അങ്ങനെ ഒരു നാൾ അർച്ചനാ പുഷ്പങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി 7 ദേവതമാർ തെക്കുംപാടെത്തി. ദേവതമാർ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചും ആവശ്യമുള്ളവ ശേഖരിച്ചും സന്തോഷത്തോടെ ദ്വീപിലെ പൂന്തോപ്പുകളിലൂടെ നടന്നു. എന്നാൽ ഒരുപാട് ചെടികളും കാടുകളും നിറഞ്ഞ ഇടത്ത് വെച്ച് എപ്പോഴോ കൂട്ടത്തിലുള്ള വള്ളി എന്ന ദേവസ്ത്രീക്ക് വഴിതെറ്റി ഒറ്റപ്പെട്ടുപോയി. വള്ളിയെ കാണാതായതറിഞ്ഞ മറ്റു ദേവതമാർ ദ്വീപ് മുഴുവൻ അവളെ തിരഞ്ഞു. എന്നാൽ നിറയെ ചെടികളും വെള്ളച്ചാലുകളും നിറഞ്ഞ ദ്വീപിൽ എവിടെയും അവർക്ക് വള്ളിയെ കണ്ടെത്താൻ ആയില്ല. പകൽ മുഴുവൻ വള്ളിയെ തിരഞ്ഞു നടന്ന 6 ദേവതമാരും രാത്രിയായി തുടങ്ങിയപ്പോൾ നിരാശയോടെ ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. അത്രയും നേരവും ഒരു വള്ളിപ്പടർപ്പിൽ കുരുങ്ങി ഭയന്ന് കിടക്കുകയായിരുന്നു വള്ളി ദേവത. രാത്രി മുഴുവൻ വള്ളിപ്പടർപ്പുകളിൽ തനിച്ചു കഴിഞ്ഞ് ആ ദേവത ഭൂമിയിൽ ഒരു രാത്രി താമസിച്ചു കഴിഞ്ഞാൽ കുളിച്ച് പുതുവസ്ത്രം അണിഞ്ഞാൽ മാത്രമേ ദേവസ്ത്രീക്ക് ദേവലോകത്തേക്ക് പ്രവേശനമുള്ളൂ. ഇല്ലെങ്കിൽ അവൾ വെറും മനുഷ്യ സ്ത്രീയായി മാറി ഭൂമിയിൽ തന്നെ കഴിയേണ്ടി വരും എന്നാണ് വിശ്വാസം. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ദ്വീപിലെ മനുഷ്യർ വള്ളിപ്പടർപ്പിൽ കുടുങ്ങിക്കിടക്കുന്ന ദേവതയെ കണ്ടു. അവർ അവളെ സാന്ത്വനിപ്പിച്ചു. പിന്നീട് ദ്വീപിലെ നാടുവാഴിയെ വിവരമറിയിച്ചു. നാടുവാഴി എത്തി ദേവതയെ കണ്ടു. ദേവതയ്ക്ക് താമസിക്കാൻ തൽക്കാലത്തേക്ക് ഒരു കുച്ചിൽ, അതായത് ചെറിയ പന്തൽ കെട്ടിക്കൊടുത്തു. 3 നാൾ സുരക്ഷിതയായി അവൾ ആ പന്തലിൽ താമസിച്ചു. അപ്പോഴേക്കും വള്ളിയുടെ പ്രാർത്ഥന കേട്ട് രക്ഷിക്കാൻ പുതുവസ്ത്രവുമായി സാക്ഷാൽ നാരദനെത്തി. കുളിച്ച് ദേഹശുദ്ധി വരുത്തി പുതുവസ്ത്രം അണിഞ്ഞ് നാരദനോടൊപ്പം വള്ളി ദേവലോകത്തേക്ക് മടങ്ങി. ദേവലോകത്തെത്തിയ വള്ളിക്ക് സുന്ദരമായ തെക്കുംപാടിനെ കുറിച്ചും അവിടെ തന്നെ സംരക്ഷിച്ച നാട്ടുകാരെ പറ്റിയും മറക്കാൻ പറ്റുമായിരുന്നില്ല. 2 വർഷത്തിലൊരിക്കൽ തെക്കുംപാട് സന്ദർശിച്ച് അവിടെയുള്ള മനുഷ്യരെ കാണാൻ ആ ദേവത തീരുമാനിച്ചു. അങ്ങനെ വള്ളി ദേവത ദ്വീപിൽ നാട്ടുകാരെ കാണാൻ വരുന്ന ദിവസമാണ് ദേവക്കൂത്ത് കെട്ടിയാടുന്നത് എന്നാണ് വിശ്വാസം. ഒന്നിടവിട്ട വർഷങ്ങളിൽ ധനുമാസം ആദ്യമാണ് ദേവക്കൂത്ത് കെട്ടിയാടുന്നത്. പള്ളിമാല എന്ന ഗ്രന്ഥത്തെ വന്ദിച്ച് 41 ദിവസത്തെ വ്രതമെടുത്തിട്ടാണ് സ്ത്രീകൾ ദേവക്കൂത്ത് തെയ്യം കെട്ടിയാടുന്നത്. വ്രതമെടുക്കുന്ന നാളുകളിൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് പള്ളിമാല ഗ്രന്ഥം പാരായണം ചെയ്യണം. നൃത്തച്ചുവടുകളും തോറ്റവും പഠിച്ച് വീട്ടിൽ തന്നെ കഴിയണം. ദേവക്കൂത്തിന് തലേന്ന് തന്നെ കോലധാരിയും കൂട്ടുകാരും തായേക്കാവിൽ എത്തണം. തേപ്പും കുറിയും എന്ന ലളിതമായ മുഖത്തെഴുത്താണ് ദേവക്കൂത്തിനുള്ളത്. ചുവപ്പും വെള്ളയും ചേർന്ന ഉടയാടയും തലയിൽ ഒരു ചെറിയ തൊപ്പിക്കിരീടവും ചായല്യം കൊണ്ട് ചുവപ്പിച്ച പാദങ്ങളിൽ പാദസരവും ഉണ്ടാവും. വള്ളി തെയ്യത്തിന് ഇതാണ് വേഷം. വളരെ പതിഞ്ഞ താളത്തിലാണ് ഈ തെയ്യത്തിന്റെ ചുവടുകൾ. ദേവക്കൂത്തിനൊടുവിൽ വള്ളിക്ക് വസ്ത്രങ്ങളുമായി നാരദന്റെ കോലവും എത്തും. പിന്നെ നാരദന്റെ കൂടെയും പതിഞ്ഞ താളത്തിൽ ദേവക്കൂത്ത് നൃത്തമാടും. കുറിക്ക് പകരം അരിയാണ് ദേവക്കൂത്ത് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത്. സാധാരണ എല്ലാ തെയ്യങ്ങളും കോലം കഴിഞ്ഞാൽ മുഖത്തെഴുത്ത് പൂർണ്ണമായും മായ്ച്ചു കളയും. എന്നാൽ വള്ളി തെയ്യം പകുതി മുഖത്തെഴുത്ത് മാത്രമേ മായ്ച്ചു കളയുകയുള്ളൂ. കണ്ണെഴുത്ത് മായ്ക്കാതെ വെക്കും. തെയ്യം കഴിഞ്ഞതിന്റെ പിറ്റേന്നാൾ വീട്ടിൽ ചെന്ന് പള്ളിമാല ഗ്രന്ഥം തൊട്ട് വന്ദിച്ച ശേഷം മാത്രമേ വള്ളിത്തെയ്യം കണ്ണെഴുത്ത് മായ്ക്കുകയുള്ളൂ. മലനാട്ടിൽ ഒരേ ഒരു കാവിൽ മാത്രം കെട്ടിയാടുന്ന ദേവക്കൂത്ത് കാണാൻ ആയിരക്കണക്കിന് ജനങ്ങൾ എത്താറുണ്ട്.